കലൂരിലെ നൃത്ത പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉമാ തോമസ് MLA നാളെ ആശുപത്രി വിടും. പരിക്ക് ഭേദപ്പെട്ടതിനെ തുടർന്നാണ് ഡിസ്ചാർജ്. നാളെ വൈകിട്ട് 5 മണിക്കാകും MLA വീട്ടിലേക്ക് മടങ്ങുക. സൈഫുന്നിസാലിയാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സൈഫുന്നിസാലിയാർ. ഒരു നല്ല വാർത്തയാണ് ഉമാ തോമസ് MLA ആശുപത്രി വിടുന്നു എന്നുള്ളത്. പൂർണ്ണമായും എല്ലാ രോഗാവസ്ഥകളും ഭേദപ്പെട്ടോ? തീർച്ചയായും സുജയ, വളരെ സന്തോഷകരമായ ഒരു വാർത്ത ആണ് പങ്കുവയ്ക്കാനുള്ളത്. 45 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഉമാ തോമസ് MLA നാളെ വീട്ടിലേക്ക് മടങ്ങും. നാളെ വൈകിട്ട് 5 മണിക്ക് ആശുപത്രിയിലെ റെനെ മെഡിസിറ്റി ആശുപത്രിയിലാണ് ഉമാ തോമസ് കഴിഞ്ഞ 45 ദിവസമായി ചികിത്സയിലുണ്ടായിരുന്നത്. റെനെ മെഡിസിറ്റിയിലെ അനക്സ് ഹാളിലാകും നാളെ ഉമാ തോമസ് MLAക്ക് ആശുപത്രിയിൽ നിന്നുള്ള യാത്രയപ്പ് നൽകുക. നാളെ വൈകിട്ട് 5 മണിക്ക് പരിപാടി നടക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ ഡിസംബർ 29-നാണ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച മൃദംഗനാദം എന്ന നൃത്ത പരിപാടിക്കായി തയ്യാറാക്കിയ സ്റ്റേജിൽ നിന്ന് വീണ ഉമാ തോമസ് MLAക്ക് ഗുരുതരമായ പരിക്കേറ്റത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഉമാ തോമസ് ഉണ്ടായിരുന്നത്. വെന്റിലേറ്ററിലായിരുന്നു. സർജറി അടക്കം വേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കകളെല്ലാം നിലനിർത്തുന്നതാണ്. പിന്നീട് അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പിന്നീട് വെന്റിലേറ്റർ സഹായം പതിയെ മാറ്റിക്കൊണ്ട് ഉമാ തോമസ് MLA വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. നടക്കാനടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം സമയം വൈകിയത്. ജനുവരിയിൽ തന്നെ ഉമാ തോമസ് MLA കാര്യമായി ഭേദപ്പെട്ടിരുന്നു. ഓഫീസിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആശുപത്രിയിൽ നിന്ന് നിയന്ത്രിക്കുന്ന രീതിയിലേക്കെല്ലാം എത്തിയിരുന്നു. പക്ഷേ വീട്ടിലേക്ക് മടങ്ങാനായി ഫിസിയോതെറാപ്പി കൂടി പൂർത്തിയാക്കിയ ശേഷം മതി എന്നുള്ളത് കൊണ്ടായിരുന്നു. കാരണം വാരിയലുകൾ കടക്കാവുന്ന പൊട്ടലുണ്ടായിരുന്നു. തലയടിച്ചാണ് വീണത്. തലയ്ക്കകം ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഒരു വിശ്രമം വേണം. പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പൊതുപ്രവർത്തനമെല്ലാം ഈ സമ്മേളനമൊക്കെ നടക്കുകയാണ്. അതൊക്കെ കുറച്ച് സമയത്തിന് ശേഷം മതി പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉമാ തോമസിന് മുന്നിൽ വെച്ചിട്ടുണ്ടാകില്ലേ ഡോക്ടർമാർ? തീർച്ചയായും. കാരണം നേരത്തെ ഉമാ തോമസ് MLA കാണുന്നതിന് പോലും സന്ദർശകർക്ക് വിലക്കുണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ അണുബാധ, കാരണം ശ്വാസകോശത്തിലടക്കം ഈ വാരിയലുകൾക്ക് പൊട്ടലുണ്ടാവുകയും ശ്വാസകോശത്തിനടക്കം ചതവുണ്ടാവുകയും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സന്ദർശകരെ പോലും അനുവദിച്ചിരുന്നില്ല. പിന്നീടാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടെ എത്തി ഉമാ തോമസ് MLA കാണുകയും പെട്ടെന്ന് സുഖം പ്രാപിക്കണമെന്ന് ആശംസ നേരുകയൊക്കെ ചെയ്തത്. പിന്നീടാണ് ഓരോരുത്തരെയായി കാണിക്കാനൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇനി സജീവമായി പരിപാടികളിൽ പങ്കെടുക്കുന്നത് കുറയ്ക്കണം. കുറച്ച് നാളത്തേക്കെങ്കിലും വിശ്രമത്തിൽ തന്നെ തുടരണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് 5 മണിക്ക് ഉമാ തോമസ് MLA എന്ത് പറയും? ഈ എന്തായാലും വീണ കാര്യങ്ങളൊന്നും ഉമാ തോമസ് MLAക്ക് ഓർമ്മയില്ലെന്നാണ് പിന്നീടും പറഞ്ഞത്. എങ്ങനെ വീണു എന്നൊന്നും ഓർമ്മയില്ലെന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും ഈ ആശുപത്രി വാസം 45 ദിവസത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഉമാ തോമസിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് നാളെ കേൾക്കാനാകും സുജയ. ഓക്കെ, സൈഫുന്നിസാലിയാർ ആണ് വിവരങ്ങൾ നൽകിയത്. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉമാ തോമസിന്റെ ആ ചിരിച്ച മുഖം നമുക്ക് വീണ്ടും കാണാം.